പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പിയോ കരങ്ങൾ മാറോട് ചേർത്തോ ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഹൃദയം കൊണ്ട് ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കുക. തമ്പുരാനോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ എന്നും എക്കാലവും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളായിട്ട് മാറും. നിനക്ക് ഹൃദയം നിറയെ വേദനയും സങ്കടമൊക്കെ ഉണ്ടാകാം. നിന്റെ മനസ്സിൽ വല്ലാത്ത ഭാരവും നൊമ്പരമൊക്കെ ഉണ്ടാകാം. നിന്റെ ശരീരത്തിൽ വല്ലാത്ത തളർച്ചയും അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ നീ അനുഭവപ്പെടുന്നുണ്ടാകാം. എല്ലാ അനുഭവത്തിൻ്റെ നടുവിലും മോനെ നീ തമ്പുരാനോട് ചേർന്നിരിക്കാനെന്ന് ആഗ്രഹിച്ച് ഈശോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ സുന്ദരമായ മറ്റെന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പാടി പ്രാർത്ഥിക്കാറൊക്കെയുള്ള കാര്യങ്ങളല്ലേ അവനോട് ചേർന്നിരിക്കുന്നത് എത്ര സുന്ദരം. അത് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ആനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട്. വല്ലാതെ കണ്ട് ഹൃദയം ദുഃഖപൂരിതമാകുമ്പോൾ, വല്ലാതെ കണ്ട് ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ആഞ്ഞടിക്കാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തെയും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നിരന്തരമായ ആത്മീയവും ഭൗതികമായ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും നമ്മൾ വല്ലാതെ പിടിച്ചുലയ്ക്കുമ്പോൾ തമ്പുരാനോട് ചേർന്നിരിക്കാൻ കഴിയുന്നത് തന്നെയല്ലേ ജീവിതത്തിൻ്റെ സൗന്ദര്യം. അതുമാത്രമല്ലേ നമ്മളെ ആ അനുഭവത്തിൽ നിന്നും പുറത്തു കിടക്കുകയുള്ളൂ. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു. പക്ഷെ നമ്മുടെയൊക്കെ അനുഭവം അത് തന്നെ ആയിരിക്കാം. ഹൃദയം വല്ലാതെ തളർന്നിട്ടുണ്ടാകാം, മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാകാം, ആത്മാവ് വല്ലാതെ ദുഃഖിക്കുന്ന അവസ്ഥയാകാം. ഈ അനുഭവത്തിന്റെ നടുവില് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇതാ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ചങ്കുപൊട്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഹൃദയം വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുക, മനസ്സ് വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുക, ആത്മാവിൽ വല്ലാത്ത നീറ്റലുണ്ട്. തമ്പുരാനെ, സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ടാകാം. സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയവര്, മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയവര്, രാത്രിയുടെ യാമങ്ങളിലെ സുഖനിദ്ര പോലും ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ കവർന്നെടുക്കപ്പെട്ടതിന്റെ ഭാരം പേറുന്നവരൊക്കെ ഇതിനകത്തുണ്ടാകാം. ഈശോയേ, ഇതാ ഈ അവസ്ഥയിൽ നിന്നും നിന്നോട് നിലവിളിക്കുന്നു. ഹൃദയം തളർന്ന അവസ്ഥയിൽ നിന്നും ഈ മക്കൾ നിന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, നിന്നോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രവിക്കണമേ, കരുണ തോന്നണമേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നടത്തിയ കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ പരിശുദ്ധമായ സ്നേഹം ഈ നിമിഷങ്ങളിൽ നമ്മളെ വലയം ചെയ്യട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളെ കർത്താവിന് കൊടുത്ത് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,